ഗൈസ് ഏലക്കുടിയൊക്കെ പോവാണ്. ഞാനും സിനാനും എന്നുള്ളത് സിനാൻ്റെ പ്രവാസി ജീവിതത്തിൻ്റെ ഇടയിൽ കിട്ടിയ ചെറിയ ചെറിയ സമയങ്ങൾ അവനിങ്ങനെ വൈബ് തേടി നടക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തവരോട് ഏലപ്പൊടിയൊക്കെ നല്ല വ്യൂ ആണ്, അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പം ഞാനും അവനും കൂടി അങ്ങനെ ഏലപ്പൊടിയൊക്കെ പോവാണ്. അവനങ്ങനെ പറയാൻ പറഞ്ഞു കേട്ടോ പ്രത്യേകം. ഞാൻ അവനെ വിളിച്ചുകൊണ്ടേന്ന് ഓനാന്ന് തന്നെ അട്ടങ്ങാറാക്കിയിട്ട് വിളിച്ചുകൊണ്ടുപോയത്. ഓനക്ക് ആടെ ഇരുന്നിട്ട് ബോറടിക്കുന്നു പറഞ്ഞിട്ട് ഏലപ്പൊടി കാണാൻ വേണ്ടി. അങ്ങനെ നമ്മൾ ഏലപ്പൊടിയൊക്കെ തിരിച്ചു തൊണ്ടി കഴിഞ്ഞ് ഗൈസ് സ്കൂട്ടി ചെറുതായിട്ട് നമുക്ക് പണി വന്ന് രണ്ടാളെ എടുത്തിട്ട് കുന്നു കയറുന്നില്ല. അമ്മാതിരി കയറ്റം തന്നെയല്ലേ. ഇങ്ങോട്ട് പോയവർക്കറിയാം ഇങ്ങോട്ടേക്കുള്ള കയറ്റം. സ്കൂട്ടി എന്താണെന്നറിയില്ല, പണി മുടക്കിയ പോലെയാണെന്നുള്ളത്. നടന്ന് കുന്ന് കയറുകയാണ്. നല്ല കുതിരയുള്ള കുന്ന്. അടങ്ങി ഒതുങ്ങിയ മൂലക്കയിൽ തന്നെ പിടിച്ചിട്ട് ഈ കുന്ന് നടന്ന് കയറ്റിക്കാൻ വേണ്ടി വന്നു. ഓനെ നാട് വന്നിട്ട് വണ്ടിയാവുന്നില്ല. വണ്ടിയെല്ലാം കൂടി പോയാ പഴയതൊരു സിനിമയിൽ പറഞ്ഞ പോലെ ആശാനെ അല്ല മുതലാളി ഇതുവരെ കാണാത്തൊരു മരം ഇന്നാടെ വന്നിരുന്നു. അതുപോലെ സ്കൂട്ടി എടുത്തു. സ്കൂട്ടി എടുത്തോട്ടാ ചോദിച്ചു. ഓന് മുന്നിൽ പോയി നോക്കട്ടെ. ഞാൻ നമ്മളിതാ കാടമലയിൽ എത്തിച്ചു. രക്ഷയില്ല. വ്യൂ നോക്കിയാട്ടെ, നല്ല കിടിലം വ്യൂ. നല്ല തണുത്ത് പറക്കുന്നുണ്ട്. നല്ല തണുത്ത സായാഹ്നത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാം. രക്ഷയില്ലാത്ത വൈബ്. രക്ഷയില്ലാത്ത വ്യൂ കിടിലം. ഇവിടെ കുറേ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് കേട്ടോ. കാടമലക്ക് എത്തിക്കാൻ നമ്മളിത് ആരോഗ്യ കേന്ദ്രം. നമ്മൾ നേരെ പോകുന്നത് ചായ കുടിക്കുക. ഇവിടെ വന്നിരുന്ന് ചായ കുടിക്കുമ്പോൾ വേറെ തന്നെ ഒരു വൈബാണ് ഗൈസ്, വേറെ തന്നെ ഒരു വൈബ്. അപ്പോൾ കാടമലക്കെത്തി. കാടമല നിങ്ങളിവിടെ എന്താ പറയുക, ഇതിൻ്റെ ആൾക്കാർ ഏലപ്പൊടിയാന്ന് പറയും. അപ്പോൾ ഇവിടെ വന്ന് ചായ കുടിച്ചിട്ട് വീട്ടിൽ ഞാൻ വണ്ടി തുടങ്ങും. അപ്പോൾ ടൈക്കേ ബ്രേക്കിൽ വന്നിട്ട് ചായ കുടിക്കാം. നമ്മൾ ചെറിയ പയ്യനുണ്ട്. ചായ ഉണ്ടോ? ട്രെയിൻ ടിക്കറ്റ് ഉണ്ടെങ്കിലേ കയറ്റുള്ളൂ. ടിക്കറ്റ് എവിടെ നിന്ന് എടുക്കുക? ടിക്കറ്റ് തരുമോ? 2 ടിക്കറ്റ്. ടിക്കറ്റ് കിട്ടി. ഇനി ടിക്കറ്റ് കാണിക്കണ്ടേ? എന്നാ ടിക്കറ്റോ ഓടല്ലേ വാ ചേച്ചി. 2 വെടി വെക്കാൻ വരുന്നത്. അയ്യോ കൊല്ലല്ലേ. അപ്പോൾ ഇവിടുത്തെ കാരണവരുടെ സെക്യൂരിറ്റി. അവരിലെ ഒരു ചായ തന്നെ ചേച്ചി. ഞാൻ ഇതൊക്കെ കണ്ടിട്ട് ആദ്യം വിജിലംബിച്ചിരിക്കുകയാണ്. ഇത് കണ്ടില്ല എന്നാണ്. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ സൈഡൊക്കെ കെട്ടി കുറച്ചുകൂടി സിറ്റിംഗ് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ആദ്യം പുറത്ത് ഷീറ്റിലായിരുന്നു, മഴ കൊള്ളുമായിരുന്നു. ഇവിടെ ഫുൾ സെറ്റപ്പ് തന്നെ, ട്രെയിനിൻ്റെ ഒരു ഷേപ്പിൽ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഞാനിവിടെ കാണാനല്ലേ എന്നുള്ള താഴത്തെന്തല്ലേ നല്ല വ്യൂ ഉണ്ടല്ലേ. രക്ഷയില്ലാത്ത വ്യൂ ആണല്ലോ. അടിപൊളിയല്ലേ. നമ്മൾ ഇടക്കിടക്ക് ഇങ്ങോട്ടെല്ലാം വരുന്നുണ്ട്. നമ്മൾ ഈ ഗൾഫിലായതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊന്നും കാണാത്ത ഇതൊക്കെ കിട്ടണമെങ്കിൽ നമ്മളെ കണ്ണൂർ തന്നെ വേണം. കുട്ടിയൊക്കെ പറ്റിയ ഇവലി ചുക്കു അങ്ങനെല്ലാം വെറൈറ്റി സാധനങ്ങൾ. ബിസ്ക്കറ്റ് ഉണ്ട്, മുറുക്ക് ഉണ്ടയുണ്ട്. ചെക്കനും കൂടി കളിയാണ്. അത് സ്കെയിൽ. ഇതിന് നിങ്ങളവിടെ എന്താ പറയാന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. അവലൂസ് കൊണ്ട് കിട്ടിയപ്പോൾ എന്ത് ചെയ്തു, ഒരു ചായ കൂടി അങ്ങ് വാങ്ങി. നേരത്തെ ഒരു ലൈം ടീ ഒരു അവലൂസ് ഉണ്ടായിരുന്നു. തിന്ന് ടേസ്റ്റ് കുടിച്ചപ്പോൾ ഒരു ചായ അവലൂസ് ഉണ്ടാക്കി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എന്തുണ്ട്, നമ്മുടെയൊക്കെ ഓർമ്മയിലെ പാർലേജ്. അപ്പോൾ പാർലേജ് ബിസ്ക്കറ്റും വാങ്ങി ചായ തീർക്കണ്ടേ, അങ്ങനെ മുക്കി തിന്നാൻ തുടങ്ങി. അങ്ങനെയൊക്കെ കുടിച്ച് എല്ലാം സെറ്റാക്കി പൈസ എല്ലാം കൊടുത്ത് നേരെ താഴത്തേക്ക് പോവാണ്. അപ്പോൾ ഇവിടുത്തെ ഈ സിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രസം തന്നെയാണ്. ഇവിടെ ഇങ്ങനെ വന്നിരിക്കുക, കുറച്ച് നേരം വ്യൂ ഒക്കെ കണ്ടിങ്ങനെ. അപ്പോൾ നമ്മൾ സ്കൂട്ടി എടുത്ത് നേരെ താഴേക്ക് പോവാണ്. താഴെ അങ്ങനെ ഇറങ്ങി അങ്ങനെ താഴേക്ക് പോയി. എന്നിട്ട് അവിടുന്ന് അതൊക്കെ കാണണം. എന്നിട്ട് തിരിച്ച് നാട്ടിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പേരാരേക്ക്. അങ്ങനെ അവിടുത്തെ വ്യൂ ഒക്കെ കാണാൻ വേണ്ടി അറിയാം. മഴ പെയ്തപ്പോൾ താഴേക്ക് പോയി. താഴെ തിരിച്ചു വിടാനുള്ള പരിപാടിയിൽ കോട്ടൊക്കെ ഇട്ട്. അപ്പോൾ അടുത്തൊരു ദിവസം വ്യൂവും കൂടി വെച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാം. ഓക്കെ, ബൈ.